SIP പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷൻ ആണോ SWP? അല്ല. ഇന്നും പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒന്നാണ് SIP പോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് SWP ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. ഇത് രണ്ടും രണ്ടാണ്. ഒന്നിന്റെ നേർ വിപരീതമാണ് മറ്റൊന്ന്. നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ SIP ആയിട്ട്, വിച്ച് ഈസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. എല്ലാ മാസവും ഒരു നിശ്ചിത തുക വെച്ച് ഒരു നിശ്ചിത ഡേറ്റിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർ AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആരാണോ അല്ലെങ്കിൽ ഏതാണോ അവര് ഫണ്ട് ഓട്ടോ ഡെബിറ്റ് ചെയ്തോളും. അത് ഇക്വിറ്റീസിലേക്കും ഡെറ്റ്സിലേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. അതല്ലെങ്കിൽ ലംസമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. ഒരുമിച്ച് ഒരു തുക കയ്യിലുണ്ട്, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഒരുമിച്ച് കയ്യിലുണ്ടെങ്കിൽ വൺ ടൈം ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷൻ ആണല്ലോ ഉള്ളത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം കൊണ്ട്, ഒരു 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടോ വലിയൊരു കോർപ്പസ് ആയിട്ട് അത് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊരു 1 കോടിയോ 2 കോടിയോ അല്ലെങ്കിൽ 50 ലക്ഷമോ അല്ലെങ്കിൽ ഈവൻ 10 ലക്ഷമോ എത്രയോ ആവാം. കാരണം ഓരോരുത്തരുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ അതിലേക്ക് നിക്ഷേപിക്കുന്ന തുകയ്ക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് ഡിപ്പെൻസ് ആണ്. അത് എത്രയാണോ, എനിവേ ഇപ്പൊ 1 കോടിയാണെങ്കിൽ അത്രയും ഒരു ഹ്യൂജ് കോർപ്പസ് ഇപ്പൊ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നും നമുക്ക് എല്ലാ മാസവും ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് SWP. അല്ലാതെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന SIP പോലെ നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല SWP. കാരണം നമ്മൾ ഈ അടുത്ത് ഒരു ക്ലയന്റ് നമ്മൾ ഫൈനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കായിരുന്നു, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേർണി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം കാഷ്വലായി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഇത്ര രൂപ എല്ലാ മാസവും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഒന്നെങ്കിൽ SIP ആയിട്ടോ SWP ആയിട്ടോ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഈ കാര്യം എന്താണെന്നുള്ളത് അറിയില്ല, പക്ഷെ അദ്ദേഹം ടേം കേട്ടിട്ടുണ്ട് SWP എന്താണെന്നുള്ളത്. അപ്പൊ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പുള്ളിക്ക് അത് മനസ്സിലായത്. ഇത് ഇങ്ങനെയായിരുന്നു വരുന്നതെന്നാണ് പുള്ളി നമ്മൾ തിരിച്ചു ചോദിച്ചത്. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട. SIP ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. SWP എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യുന്ന ഓപ്ഷനാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഫണ്ട് ഗ്രോത്ത് ഒക്കെ വന്ന് അതൊക്കെ വലിയൊരു കോർപ്പസ് ആയിട്ടുണ്ടാവും. അതിൽ നിന്നും നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യാണ്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആണ്. ഓക്കെ.